റാണിയ റാണ നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ ചിഞ്ചു റാണി ബിഗ് ബോസ് മലയാളം സീസൺ 7 വരാൻ പോവാണോ? ഇതൊരു എക്സ്ക്ലൂസീവ് സാധനം തന്നെയായിരിക്കും. ഇത് കാരണം 18 പേര് ഏതാണ്ട് സെലക്ട് ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവർക്ക് പോകാനുള്ള സമയമൊക്കെ ആയി ചെന്നൈയിലേക്ക്. അതോടൊപ്പം തന്നെ നമ്മുടെ ലിസ്റ്റിലെ 1-2 പേരെ നമുക്ക് മാറ്റി നിർത്തണം. അവരുടെ കൺഫർമേഷനിൽ എന്തൊക്കെയോ വിഷയങ്ങളുണ്ടെന്ന് അറിയുന്നു. എന്തൊക്കെയാണ് അപ്ഡേറ്റുകൾ പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പൊ ആദ്യം തന്നെ ഈ ചിഞ്ചു റാണിയുടെ കേസ് പറയാം. റാണിയ റാണ അല്ലേ? റാണിയ റാണി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്തോ റാണിയ റാണ എന്ന് പറയുന്ന ആക്ട്രസ് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന മൂവിയിൽ ദിലീപ് ഏട്ടന്റെ പേരായിട്ട് അഭിനയിച്ച ആക്ട്രസ് ആണ്. ഈ ആക്ട്രസിന്റെ ബിഗ് ബോസ് ഓഡീഷൻ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയുന്നത്. നിങ്ങൾക്കറിയാലോ, ആദ്യം സൂം ഓഡീഷൻ ആയിരിക്കും, പിന്നീട് നേരിട്ടുള്ള ഓഡീഷൻ. ഈ 2 ഘട്ട ഓഡീഷനും കഴിഞ്ഞു എന്നാണ് ഇപ്പൊ അറിയുന്നത്. സെലക്ട് ആയോ ഇല്ലയോ എന്ന് ഞാൻ പറയുന്നില്ല. നമുക്കൊരു പ്രഡിക്ഷൻ ലിസ്റ്റിന്റെ സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പ്രഡിക്ഷൻ ആയിട്ട് ഇനി വീണ്ടും ഇവരെ ഡൗട്ട് ഉണ്ട് അവരെ ഡൗട്ട് ഉണ്ടെന്നൊന്നും പറയാത്തത്. ഈ ഒരൊറ്റ ഒരാളെ, റാണിയ റാണ എന്ന് പറയുന്ന ഒരൊറ്റ ഒരാളെ നമുക്ക് പ്രഡിക്ഷൻ ആക്കി മാറ്റി വെച്ചിരിക്കാം. കാരണം 2 ഇന്റർവ്യൂവും കഴിഞ്ഞതാണ്. ഇപ്പൊ നമുക്കറിയാം ഹൈപ്പായിട്ട് നിൽക്കുന്ന ഒരു ആക്ട്രസ് ആണ്. അപ്പൊ അതുകൊണ്ട് ബിഗ് ബോസിലേക്ക് സെലക്ട് ആവാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇനി വേറൊരു സാധനം ഞാൻ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞുതരാം. ഒട്ടുമേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റൂല, എന്നാലും ഒരു ചെറിയ കണക്ഷൻ ഉണ്ട്. ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞുതരാം. ഈ മൂവിയിൽ പ്രിൻസ് ആൻഡ് ഫാമിലി നിങ്ങൾ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. ഈ മൂവിക്കകത്ത് കുറച്ച് ഡയലോഗുകൾ ബിഗ് ബോസുമായിട്ട് കണക്ട് ചെയ്തും ബിഗ് ബോസിന്റെ കുറച്ച് സാധനങ്ങളും ഈ മൂവിക്കകത്ത് പരാമർശിക്കുന്നുണ്ട്. ഈ മൂവിയുടെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും. സ്റ്റാർട്ടിങ്ങിൽ വേറെ ഒന്നുമില്ല, ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെയാണ് കാണിക്കുന്നത്. ഇതിന്റെ എൻഡിങ്ങിൽ കാണിക്കുന്ന ഒരു സാധനം നമ്മുടെ ഈ റാണിയ റാണ അവതരിപ്പിച്ചിരിക്കുന്ന ചിഞ്ചു റാണി എന്ന് പറയുന്ന ക്യാരക്ടറിന് ഈ മൂവിയുടെ ലാസ്റ്റ് സീനിലാണ് ബിഗ് ബോസിൽ നിന്ന് കോൾ വരികയാണ്. ചിഞ്ചു റാണി നിങ്ങളെ ബിഗ് ബോസ് 7 ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് ഒരു കോൾ വരുന്നത്. അപ്പം ഈ മൂവി ഞാൻ കണ്ടതാണ്, OTT-ലാണ് ഞാനത് കണ്ടത്. ഇതിന്റെ വീഡിയോസും റീൽസും ഒക്കെ ഭയങ്കര വൈറലാണ്. റീൽസും ഷോർട്സും ഒക്കെ ഭയങ്കര വൈറലാണ്. അത്ര സൂപ്പർ മൂവി. ഇത് കണ്ട് നമുക്ക് ദിലീപ് ഏട്ടൻ ഒരു തിരിച്ചു വരവെന്ന് പറയാൻ പറ്റുന്ന ചിരിച്ചടപ്പളവുന്ന ഒരു മൂവിയാണിത്. കുറച്ച് ഇമോഷനും ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള മൂവി. അപ്പൊ ഇതിനകത്ത് അത്ര ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ്. ഭയങ്കര രസമാണ് ഇത് കാണാൻ. നമ്മൾ ഇമോഷണലി ഭയങ്കര ഒരു രസം പിടിച്ചു വരും ഈ മൂവി കണ്ടു കഴിഞ്ഞാൽ. അപ്പം ഈ ആളുടെ ഇന്റർവ്യൂസ് എല്ലാം കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. ഇനി സെലക്ട് ആവാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഇത്രയും ഇപ്പം ഹൈപ്പായി നിൽക്കുന്ന ഒരു ആക്ട്രസിനെ ബിഗ് ബോസ് എന്തായാലും തള്ളിക്കളയാൻ സാധ്യതയില്ല. മാത്രമല്ല ഈ മൂവിക്കകത്തും ഇങ്ങനൊരു സാധനം വന്നിട്ടുണ്ട്. ഇത് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു, ബിഗ് ബോസ് 7 സെലക്ടഡ്. അപ്പൊ അടുത്ത വർഷം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഈ മൂവി ഒന്നുകൂടെ കാണുമ്പോൾ ബിഗ് ബോസ് 8 സമയമാവുമല്ലോ. അപ്പൊ ബിഗ് ബോസ് 7 സെലക്ട് ആയി എന്ന് പറയുമ്പോൾ അത് എങ്ങനെ കണക്ട് ആവും എന്നൊക്കെ ഞാൻ വെറുതെ ആ മൂവി കണ്ട സമയം ചിന്തിച്ചു. പക്ഷെ അത് കളഞ്ഞു. എന്നിട്ട് ഞാൻ കളഞ്ഞു. ഇപ്പോഴാണ് ഈ പറയുന്ന കാര്യം അറിഞ്ഞത്. ചിഞ്ചു റാണി എന്ന് പറയുന്ന ആക്ട്രസിന്റെ റാണിയ റാണ എന്ന് പറയുന്ന ചിഞ്ചു റാണിയായി അഭിനയിച്ച ആക്ട്രസിന്റെ ഇന്റർവ്യൂസ് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഈ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞത് എനിക്ക് തോന്നുന്നു പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ റിലീസിന് മുന്നേ ആണ് ഈ ഇന്റർവ്യൂസ് കഴിഞ്ഞിരിക്കുന്നത്. പ്രിൻസ് ആൻഡ് ഫാമിലി ഇറങ്ങി, അത് റീച്ചായി, വൈറലായി, ഈ റാണിയ റാണ ഹൈപ്പായി, ഭയങ്കര ഹൈപ്പിൽ നിൽക്കുവാണ് ഇപ്പോൾ. അതുകൊണ്ട് ബിഗ് ബോസിലേക്ക് ഇനിയിപ്പോൾ അവർ വിളിച്ച് സെലക്ടഡ് ആയി കഴിഞ്ഞാലും വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ പേര് പറയാൻ കാരണം ഇതിന്റെ പിറകിലൊരു കഥയുള്ളത് കൊണ്ടാണ്. ആ കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. മാത്രമല്ല ഇതിനകത്ത് വേറെയും കുറെ കഥകളുണ്ട്. അപ്പം ഇതാണ് സംഭവം. അതുകൊണ്ട് സെലക്ട് ആവാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ആളാരാണെന്നത്. ഇതാണ് ചിഞ്ചു റാണി എന്ന് വെച്ചാൽ എനിക്ക് ആ പേരേ വരണുള്ളൂ. ആ മൂവിയുടെ ഓർമ്മയാ. റാണിയ റാണ. ഇതാണ് റാണിയ റാണ. ബ്രൈറ്റ്നെസ് ഒന്നുകൂടെ കുറച്ച് കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമാവും. ഇതാണ് റാണിയ റാണ. ബിഗ് ബോസിലേക്ക് കൺഫേംഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പ്രഡിക്ഷൻ, ജസ്റ്റ് ഓൺലി എ പ്രഡിക്ഷൻ മാറ്റി വെച്ചിരിക്കാം. കൺഫേംഡ് ആവുകയാണെന്ന് ഞാൻ അറിഞ്ഞാൽ, അല്ലെങ്കിൽ ആണെന്ന് ഞാൻ അറിഞ്ഞാൽ നിങ്ങളോട് അറിയിക്കാം. ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ള ഒരു കാര്യം. ഇനി മൊത്തം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു 10-20 പേരോളം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒരു 18 പേരോളം കൺഫേംഡ് തന്നെയാണ്. 1-2 പേരുടെ പേരിൽ ഇന്നലെ നമ്മളൊന്ന് സംശയം പറഞ്ഞിരുന്നു. ബാക്കിയെല്ലാം ഏതാണ്ട് ഷുവർ തന്നെയാണ്. പക്ഷെ ഇനി ഇവർക്കൊക്കെ പറക്കാനുള്ള സമയമാണ് ചെന്നൈക്ക്. അതിൽ നിന്ന് നമുക്ക് അവന്തിക മോഹന്റെ പേര് റിമൂവ് ചെയ്യാം. കാരണം അവന്തിക മോഹൻ ഇല്ല എന്നാണ് അറിയുന്നത്. എന്താണ് പറ്റിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കൺഫേംഡ് എന്ന് അറിഞ്ഞതാണ്, ഇപ്പം ഇല്ല എന്നാണ് അറിയുന്നത്. അപ്പം ടൈംസ് ഓഫ് ഇന്ത്യയിൽ പറഞ്ഞ സാധനം ശരി തന്നെയാണ് കേട്ടോ.
പുള്ളിക്കാരുടെ മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ബൈറ്റ്സിലൊക്കെ ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഒരു ഉത്തരവും ഇല്ലാതെ നിൽക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. മുന്നത്തെ ഏതോ ഒരു ബൈറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ബിഗ് ബോസിലേക്ക് സെലക്ടഡ് ആയിരുന്നു, എനിക്കറിയില്ല എന്താ സംഭവിച്ചത്, പക്ഷേ അവന്തിക മോഹൻ ഇപ്പൊ ഇല്ല. അപ്പൊ ടൈംസ് ഓഫ് ഇന്ത്യ എടുത്ത് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. ഇനി ബാക്കി രേഖ രതീഷിന്റെയും റോഷന്റെയും കേസ് നമുക്ക് മാറ്റി നിർത്തിയേക്കാം. രേഖ രതീഷ് കൺഫേംഡ് ആണെന്ന് തന്നെയാണ് അറിയുന്നത്. ഇപ്പോഴും ടൈംസ് ഓഫ് ഇന്ത്യ എടുത്ത് പറഞ്ഞ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, കൺഫേംഡ് ആണ്. റോഷന്റെ കാര്യം സംശയത്തിലാണ്, അവിടെ ഇരിക്കട്ടെ. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞ പേരുകൾ അതേപടി ഉണ്ട്, അവിടെ തന്നെ ഇരുന്നോട്ടെ. അപ്പൊ നമുക്ക് നോക്കാം. ഈ പറയുന്ന മെയിൻ ആയിട്ട് ഈ ചിഞ്ചു റാണിയുടെ കാര്യം, റാണിയുടെ കാര്യം പറയാനാണ് ഞാൻ വന്നത്. നമുക്ക് നോക്കാം, അവിടെ ഇരുന്നോട്ടെ. പ്രഡിക്ഷൻ ആയിട്ട് ജസ്റ്റ് ഉള്ളിയ പ്രഡിക്ഷൻ ആയിട്ട് അവിടെ ഇരുന്നോട്ടെ. വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു എന്താ പറയാ, ഇപ്പൊ ഈ മൂവി തിളങ്ങി നിൽക്കുന്ന സമയമായതുകൊണ്ട് അത്യാവശ്യം നല്ല ഒരു ഫാൻ ബേസ് തുടക്കത്തിലേക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ കളിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കയറിപ്പോവും. നോക്കാം, അത്രേ പറയാനുള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ഫാസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ പഠിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാൻ വിശേഷമായിട്ട്. അപ്പൊ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.